ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ മിഡ് വീക്ക് എവിക്ഷനിലൂടെ അങ്ങനെ നൂറയും ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയിരിക്കുകയാണ്. ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും വിളിച്ചിരുത്തി മിഡ് വീക്ക് എവിക്ഷൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഗാർഡൻ ഏരിയയിൽ എല്ലാവർക്കും അവരവരുടെ പേരും ഫോട്ടോയും വെച്ച ഒരു പസിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പസിൽ എല്ലാവരും സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോൾവ് ചെയ്യുന്നതിൽ ഒരാളുടെ മാത്രം കംപ്ലീറ്റ് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പസിൽ സോൾവ് ചെയ്യാൻ പറ്റാത്ത ആളാണ് എവിക്റ്റായി പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നൂറ എവിക്റ്റായിട്ടുള്ളത്. അപ്പോൾ നൂറ എവിക്റ്റായ ഉടനെ അനുമോൾ നൂറയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. പക്ഷെ നൂറ കരയുന്നൊന്നുമില്ല. നൂറ പറയുന്നുണ്ട്, അനുമോളെ നീ സ്ട്രോങ് ആയിട്ടിരിക്കണം, വിഷമിക്കൊന്നും വേണ്ട, കരയരുത്, നമുക്ക് പുറത്ത് പോയിട്ട് കാണാം, സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് നെവിൻ അവിടെ കരഞ്ഞുകൊണ്ട് തല കുമ്പിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും. നെവിൻ കരുതിയത് ഫൈനൽ 5-ൽ എത്തില്ല, ഈ എവിക്ഷനിൽ എവിക്റ്റായി പോകുന്നതാണ് നെവിൻ കരുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷനിലായിരുന്നു. പസിൽ വയ്ക്കുന്ന സമയത്തും നെവിൻ നല്ല ടെൻഷനിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെവിൻ നൂറയുടെ അടുത്ത് പോകുന്നുണ്ട്. നൂറയോട് പറയുന്നുണ്ട്, നീയും ഞാനും ഒരുമിച്ച് ഫൈനൽ 5-ൽ വരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, 6-ൽ എത്തിയല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ പറയുന്നുണ്ട്, അതേ ഫൈനൽ 6 എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനീഷിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, നൂറയും ആദിലയും എൻ്റെ സ്വന്തം സഹോദരിമാരെ പോലെയാണ്. അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയണം, എൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം വരണം എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ തെറ്റിദ്ധാരണ കൊണ്ട് ഞാൻ നിങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, അതിനൊക്കെ എന്നോട് പൊറുക്കണം എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നൂറ വീണ്ടും അനുമോളുടെ അടുത്തേക്ക് പോയി പറയുന്നുണ്ട്, അനുമോളെ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ നല്ല കരച്ചിലാണ്. പക്ഷെ നൂറ കരയുന്നൊന്നുമില്ല. അങ്ങനെ അക്ബറിനോടും ഷാനവാസിനോടൊക്കെ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ട് നൂറ ഹൗസിന് പുറത്തേക്ക് പോവുകയാണ്. അതിനിടയിൽ അവർ 6 പേരും ചേർന്ന് ഒരുമിച്ചിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നൂറ പറയുന്നുണ്ട്, ആരായാലും കപ്പ് കൊണ്ട് പുറത്തോട്ട് പോവാ, നാളെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നൂറ ഹൗസിന് പുറത്തേക്ക് പോവുകയാണ്. പോകുന്നതിന് മുന്നേ നൂറ ഒരിക്കൽ കൂടി അനുമോളെ കെട്ടിപ്പിടിച്ച് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്.